ശാന്തകുമാർ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളൊക്കെ മലയാളികളൊക്കെ തന്നെ വലിയ വേദനയോടെ കഴിഞ്ഞൊരു അപകടം അധ്യാപകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് വലിയൊരു അപകടം സംഭവിച്ച ഒരു സ്കൂളിലാണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു വലിയ മുറിവും വേദനയൊക്കെ ഉണ്ടായതിന് ശേഷമുള്ള ഒരു പ്രവേശനോത്സവമാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടാകും, ചില ഓർമ്മകളൊക്കെ അവർ പുതുക്കുന്നുണ്ടാവും. എങ്കിലും കുരുന്നുകൾ അങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ആ വേദനയും മുറിവൊക്കെ മാഞ്ഞു പോകുവാനും മതി. എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? ശ്യാമിലി, നമ്മളിപ്പോൾ കാണുന്നത് മുഹമ്മദ് ഷാഹിദിൽ എന്ന അപകടത്തിൽ പരിക്കേറ്റ ഒരു കുട്ടിയാണ്. അതായത് ഈ സ്കൂളിലെ ഈ പാങ് ഗവൺമെൻറ് LP സ്കൂളിലെ പാചക തൊഴിലാളിയായിരുന്ന സാജിദയുടെ മകൻ. സാജിദയും മകനുമാണ് അന്ന് അവരുടെ ഇപ്പോൾ വിനോദയാത്രയ്ക്ക് പോയത്. ആ വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് അപകടം സംഭവിച്ചത്. ആ അപകടത്തിൽ ഈ സാജിദ മരണത്തിൽ കീഴടങ്ങിയിരുന്നു. ആശുപത്രി ചികിത്സയിലാണ് മുഹമ്മദ് ഫാദിൽ. ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ ഈ ചികിത്സയ്ക്കിടെയാണ് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ പ്രവേശനോത്സവത്തിന് കാണുന്നതിന് വേണ്ടി, അമ്മയുടെ ആ ഓർമ്മകൾക്ക് വേണ്ടി കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവൻ ഈ ഇതിന് സമീപത്തിലുള്ള ചെറുകുളമ്പ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ സ്കൂളിൽ പോകാൻ മുഹമ്മദ് ഫാദിലിന് ആയിട്ടില്ല, ചികിത്സയിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഈ സ്വന്തം മാതാവിൻ്റെ ഉണ്ടായിരുന്ന സ്കൂളിലേക്ക് വന്നതാണ്. ആ പ്രവേശനോത്സവത്തിന് ചടങ്ങാണ്. ഇപ്പോൾ റോഡിന് പുറത്ത് ആംബുലൻസിൽ കടന്നുകൊണ്ടാണ് ഫാദിൽ അത് കാണുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ സങ്കടകരമായ, ഏറെ ദുഃഖകരമായ ഓർമ്മകൾ തന്നെയാണ് അത് നൽകുകയും ചെയ്യുന്നത്. വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് പ്രവേശനോത്സവം നടക്കുന്നതെങ്കിലും ഇത്തരം ചില ഓർമ്മകൾ അത് വളരെ വേദന ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഫാദിൽ എന്തായാലും റോഡിൽ നിന്ന് കണ്ടുകൊണ്ട് തിരിച്ച് പോവുകയാണ്. തൊട്ടപ്പുറത്തെ അതിൻ്റെ ചടങ്ങുകൾ വിശദമായി തന്നെ നടക്കുന്നുണ്ട്. സ്ഥലം MLA കൂടിയായ മഞ്ഞളാംകുഴി അലി MLA ഉൾപ്പെടെയുള്ളവർ ചടങ്ങിലുണ്ട്. ഇത്തരം ഓർമ്മകളിലൊന്നും കുട്ടികളിലേക്ക് വേഗത്തിലെത്താതിരിക്കുന്നതിന് വേണ്ടി വലിയ മാറ്റം, വലിയ വിധത്തിലുള്ള ഒരു നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വിദ്യാലയം കൂടിയാണ് ഇപ്പോൾ ഈ പാങ് ഗവൺമെൻറ് സ്കൂൾ. കുട്ടികൾക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങൾ, ക്ലാസ് മുറികൾ, ഒപ്പം തന്നെ പാർക്ക്, അങ്ങനെ വിപുലമായ ഒരു വലിയ സൗകര്യം തന്നെ ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ 1.5 മാസത്തിനിടയിൽ അവ ഈ കുട്ടികളെ ഏറെ ആകർഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക്